നമസ്കാരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ചുക്കാൻ പിടിച്ചത്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പലതരത്തിലുള്ള ആളുകളുണ്ടായിരുന്നു. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കാലക്രമേണയുള്ള രൂപാന്തരീകരണത്തിലൂടെയാണ് ഇവിടെ കോൺഗ്രസ് പാർട്ടി ഒഴികെയുള്ള മറ്റെല്ലാ പാർട്ടികളും രൂപപ്പെട്ടത്. ഇപ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പാരമ്പര്യം കോൺഗ്രസ് പാർട്ടി അവകാശപ്പെടുന്നെങ്കിലും CPM-ഉം BJP-യും അടക്കമുള്ള പാർട്ടിയുടെ പൂർവ്വകാലം കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസിൽ മുസ്ലിം ധാരയും ഹിന്ദു ധാരയും കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ധാരയും അടക്കം ധാരാളം മുഖങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഹിന്ദു ധാരയിൽപ്പെട്ടവർ രൂപപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷം രൂപം കൊടുത്തതാണ് BJP എന്ന നാടിപ്പോൾ ഭരിക്കുന്ന പാർട്ടി. അതുകൊണ്ട് തന്നെ BJP-ക്ക് ഉയർത്തിക്കാട്ടാൻ പഴയ സ്വാതന്ത്ര്യ സമര സേനാനികൾ കുറവാണ്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ പല നേതാക്കളും കോൺഗ്രസിനോട് വിയോജിച്ച് ചേരി മാറിയിരുന്നു. എന്നാൽ കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഹിന്ദുധാരയെ കാത്തുസൂക്ഷിച്ച പലരുമുണ്ട്. അവരൊക്കെ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരായിരുന്നു മൺമറയുന്നത് വരെ. അവരുടെ അവകാശം ഏറ്റെടുത്താണ് BJP പലപ്പോഴും മുമ്പോട്ട് പോകുന്നത്. ഉദാഹരണത്തിന് സർദാർ വല്ലഭായ് പട്ടേൽ, ഗുജറാത്തിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ പ്രതീകമായ പട്ടേൽ നെഹ്റുവിൻ്റെ കാലത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. ആധുനിക ഇന്ത്യയുടെ ശില്പിയും പട്ടേലാണ്. പട്ടേൽ മരിക്കുന്നതുവരെ കോൺഗ്രസ്സുകാരനായിരുന്നു. എന്നാൽ പട്ടേലിനെ BJP പതിയെ ഏറ്റെടുത്തു. ഗാന്ധിജി കഴിഞ്ഞാൽ നെഹ്റു കുടുംബത്തിനപ്പുറത്തേക്ക് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രവ്യാപ്തി പോവരുതേ എന്ന് കോൺഗ്രസ് ശഠിച്ചത് കൊണ്ടാവാം പലപ്പോഴും പല പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളെയും BJP ഏറ്റെടുക്കുമ്പോൾ കോൺഗ്രസിനെ ചങ്കിടിക്കുന്നത്. പട്ടേലിനെ കോൺഗ്രസ്സുകാർക്ക് നഷ്ടപ്പെട്ടതുപോലെ മറ്റൊരു മുതിർന്ന മുൻകാല കോൺഗ്രസ് നേതാവിനെയും BJP ഏറ്റെടുക്കുകയാണ്. മറ്റാരുമല്ല, മലയാളികളുടെ ചരിത്രത്തിൽ ഇന്നേ വരെ AICC പ്രസിഡന്റായിട്ടുള്ള ഒരേ ഒരാൾ സർ ചേറ്റൂർ ശങ്കരൻ നായർ. 1857 ജനിച്ച് 1934 അന്തരിച്ച സർ ചേറ്റൂർ ശങ്കരൻ നായർ 1897 അമരാവതി കോൺഗ്രസിൽ വെച്ച് AICCയുടെ പ്രസിഡന്റ് ആയിരുന്നു. കോൺഗ്രസ് രൂപീകരിച്ചതിന് ശേഷം നടന്ന 13ാമത്തെ സമ്മേളനത്തിൽ വെച്ചാണ് ചേറ്റൂർ ശങ്കരൻ നായർ AICC പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന് ഗാന്ധിജി അടക്കമുള്ളവരോട് അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം രാഷ്ട്രീയം പോലും അവസാനിപ്പിക്കുകയായിരുന്നു. എന്നാൽ ചേറ്റൂർ ശങ്കരൻ നായരുടെ ചരിത്രത്തിനു ചുറ്റും കഴിഞ്ഞ കുറേ കാലമായി BJP വട്ടമിട്ട് പറക്കുകയാണ്. AICCയുടെ പ്രസിഡന്റ് ആയിരുന്ന ഏക മലയാളി ആയിരുന്നിട്ടും കോൺഗ്രസ്സുകാർ ഒരിക്കലും അദ്ദേഹത്തെ സ്മരിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. ആകപ്പാടെ അദ്ദേഹത്തിൻ്റെ ജന്മനാടായ പാലക്കാട് DCC പേരിന് വേണ്ടി ആണ്ടുതോറും ചേറ്റൂർ ശങ്കരൻ നായരുടെ ചരമവാർഷികത്തിൽ ഒരു പരിപാടി നടത്താറുണ്ട്. നാളെയാണ്, അതായത് ഏപ്രിൽ മാസം 24-നാണ് ചേറ്റൂർ ശങ്കരൻ നായരുടെ 91ാം ചരമവാർഷികം. BJP ശങ്കരൻ നായരുടെ പൈതൃകം ഏറ്റെടുത്തതോടെ വിരണ്ടുപോയ കോൺഗ്രസ് പതിയെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇക്കുറി പാലക്കാട് DCCക്ക് പുറമെ കണ്ണൂർ DCCയും KPCCയും ഒക്കെ ചേറ്റൂർ ശങ്കരൻ നായർ അനുസ്മരണം നടത്തും എന്നാണ് റിപ്പോർട്ട്. BJPക്കാർ കൊണ്ടുപോയാൽ ഒരു പോക്കാണെന്ന് തിരിച്ചറിഞ്ഞ് പെട്ടെന്ന് തങ്ങളുടെ പഴയ നേതാവിനെ ഓർത്ത് രംഗത്തിറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി. ചേറ്റൂർ ശങ്കരൻ നായർ ഈ ദിവസങ്ങളിൽ ചർച്ചയാവാൻ പ്രധാന കാരണം രണ്ടാണ്. ഒന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഹരിയാനയിലെ യമുന നഗറിൽ നടന്ന ഒരു പരിപാടിയിൽ ചേറ്റൂർ ശങ്കരൻ നായരെക്കുറിച്ച് പറഞ്ഞു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് പ്രധാനമന്ത്രി പ്രസംഗം നടത്തിയപ്പോഴാണ് കേരളത്തിൽ നിന്നും ഒരാൾ പഞ്ചാബിൽ നടന്ന ഈ ദാരുണ കൊലയ്ക്കെതിരെ നിയമപോരാട്ടം നടത്തി ബ്രിട്ടീഷ് ഭരണകൂടത്തെ വിറപ്പിച്ച കഥ ജനങ്ങളെ ഓർമ്മിപ്പിച്ചത്. ചേറ്റൂർ ശങ്കരൻ നായരുടെ കഥ മലയാളികൾ മാത്രമല്ല രാജ്യം മുഴുവൻ അറിയണം എന്ന് പറഞ്ഞ് ആവേശപൂർവ്വമാണ് മോദി പ്രസംഗിച്ചത്. വാസ്തവത്തിൽ മോദിയുടെ പ്രസംഗം കേട്ടപ്പോഴാണ് ചേറ്റൂർ ശങ്കരൻ നായരെക്കുറിച്ച് ഭൂരിപക്ഷം മലയാളികളും അറിയുന്നത്. ഇങ്ങനെ ഒരു AICC പ്രസിഡന്റ് ഉണ്ടായിരുന്നു, വെള്ളക്കാരെ വിറപ്പിച്ച ഒരു നേതാവ് ഉണ്ടായിരുന്നു എന്ന് പലരും അറിയുന്നത് ഇപ്പോഴാണ്. മോദി ചേറ്റൂർ ശങ്കരൻ നായരെക്കുറിച്ച് പറയാൻ മറ്റൊരു കാരണമുണ്ട്. കേസരി 2 എന്ന പേരിൽ ഒരു ബോളിവുഡ് സിനിമ ചേറ്റൂർ ശങ്കരൻ നായരുടെ ജീവിതത്തെ ആസ്പദമാക്കി ഇറങ്ങിയിരിക്കുന്നു. അക്ഷയ് കുമാറാണ് ചേറ്റൂർ ശങ്കരൻ നായരുടെ റോളിൽ അഭിനയിക്കുന്നത്. ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആ സിനിമയുമായി ബന്ധപ്പെട്ട് ധാരാളം വാർത്തകൾ വരികയും ചേറ്റൂർ ശങ്കരൻ നായരുടെ പേര് ഇന്ത്യയിൽ മുഴുവൻ ചർച്ചയാവുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും കേരളത്തിൽ അത് ചർച്ചയായിരുന്നില്ല. ആരാണ് ഈ ശങ്കരൻ നായർ എന്ന് ആർക്കും അറിയുമായിരുന്നില്ല. എന്നാൽ പെട്ടെന്ന് മോദി അത് ഏറ്റെടുത്തതോടെ കോൺഗ്രസ്സുകാർക്ക് നെഞ്ചെടുപ്പായി കേരളത്തിൽ ചേറ്റൂർ ശങ്കരൻ നായരെക്കുറിച്ചുള്ള ചർച്ചയും രൂപപ്പെട്ടു. പാലക്കാടുകാരനായ ശങ്കരൻ നായർ മദ്രാസ് പ്രസിഡൻസി കോളേജിൽ പഠിച്ച് അവിടെ തന്നെ നിയമജ്ഞനായി മാറുന്നു. പിന്നീട് ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തിൻ്റെ കഴിവിൽ പ്രീതി തോന്നി മദ്രാസ് ഹൈക്കോടതിയിലെ ജഡ്ജി വരെയാക്കുന്നു. പ്രധാനപ്പെട്ട പല ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിച്ചിരുന്നത് 1934 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് രൂപം കൊടുക്കുന്നതടക്കം സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട പദവികളിൽ പലതും
വഹിച്ചിരുന്നത് ചേറ്റൂർ ശങ്കരൻ നായരായിരുന്നു. ഗാന്ധിജിയെ പോലെ അല്ലെങ്കിൽ അക്കാലത്തെ കോൺഗ്രസ് നേതാക്കളെ പോലെ പൂർണ്ണമായും ബ്രിട്ടീഷ് വിരോധിയായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ആയിരുന്നില്ല. നേരെ മറിച്ച് ഭാഗികമായി വിദേശ ഭരണത്തോട് യോജിച്ചിരുന്ന, എന്നാൽ മനുഷ്യരെന്ന നിലയിൽ ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടതിന് പ്രസക്തി വിശ്വസിച്ചിരുന്ന ആളായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം AICCയിൽ വന്നതും പ്രസിഡന്റ് ആയതും. എന്നാൽ ഗാന്ധിജി അടക്കമുള്ളവരുടെ പ്രവർത്തനങ്ങളോട് പൂർണ്ണ യോജിപ്പുണ്ടായിരുന്നില്ല. സൈമൺ കമ്മീഷനോട് വിയോജിച്ച് കോൺഗ്രസ് മാറി നിന്നപ്പോൾ അതിനോട് സഹകരിച്ച് ഇന്ത്യക്കാരുടെ ഭാഗം പറഞ്ഞത് ചേറ്റൂർ ശങ്കരൻ നായരായിരുന്നു. 1916 ശങ്കരൻ നായർക്ക് ബ്രിട്ടീഷുകാർ സർ പദവി കൊടുത്തു. ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ഭരണത്തിൽ പ്രധാനമായും ആശ്രയിച്ച വ്യക്തികളിൽ ഒരാളായിരുന്നു ശങ്കരൻ നായർ. എന്നാൽ 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നപ്പോൾ അതിൽ പ്രതിഷേധിച്ച് എല്ലാ പദവികളും രാജിവെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ നിയമപോരാട്ടത്തിനിറങ്ങുകയായിരുന്നു. ജാലിയൻ വാലാബാഗിലെ ബ്രിട്ടീഷ് കൂട്ടക്കളിക്കെതിരെ നിയമപോരാട്ടം നടത്തി നീതി വാങ്ങിക്കൊടുക്കാൻ ചേറ്റൂർ ശങ്കരൻ നായർക്ക് കഴിഞ്ഞു. അന്നത്തെ പഞ്ചാബ് ഗവർണർക്കെതിരെ ശങ്കരൻ നായർ എടുത്ത നിലപാട് വലിയ കോലാഹലമായി. ഇംഗ്ലണ്ടിലെ കോടതിയിൽ ശങ്കരൻ നായർക്കെതിരെ പഞ്ചാബ് ഗവർണർ കേസ് കൊടുത്തു. ശങ്കരൻ നായർ കുറ്റക്കാരനാണെന്നും 2500 പൗണ്ട് പിഴയടക്കണമെന്നും ബ്രിട്ടീഷ് കോടതി വിധിച്ചു. മാപ്പ് പറഞ്ഞാൽ തീർക്കാമെന്ന് പറഞ്ഞു, പക്ഷേ മാപ്പ് പറയാൻ മനസ്സില്ലെന്ന് പറഞ്ഞ് നിലപാടെടുത്തു. അങ്ങനെ ബ്രിട്ടീഷുകാരെ ബ്രിട്ടനിൽ പോയി നിയമപോരാട്ടം നടത്തി പേടിപ്പിക്കുകയും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ ഇരയായവർക്ക് വേണ്ടി നിയമപോരാട്ടം നടത്തുകയും ചെയ്ത് ശങ്കരൻ നായർ ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ തലവേദനയായി മാറി. ആ ശങ്കരൻ നായരെയാണ് ഇപ്പോൾ മോദി അടിച്ചു മാറ്റിയിരിക്കുന്നത്. അതിനെ മറികടക്കാനാണ് ശങ്കരൻ നായർ അനുസ്മരണവുമായി KPCC രംഗത്ത് വരുന്നത്. നാളെ 91 ചരമവാർഷികം ആചരിക്കുന്ന ചേറ്റൂർ ശങ്കരൻ നായർക്ക് ആദരാഞ്ജലികൾ.